ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ആക്ച്വലി ഇതെൻ്റെ ഒരു ഡ്രീം ആയിരുന്നു. ഞാൻ NSS കോളേജ് ധനുവച്ചപുരം അവിടെയാണ് പഠിച്ചത്. പ്രീ ഡിഗ്രി ആൻഡ് ഡിഗ്രി കോഴ്സ് BA ഇംഗ്ലീഷ് 2002 ബാച്ച്. അപ്പോൾ എനിക്ക് ഇങ്ങനെ സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞങ്ങളുടെ കൊളീഗ്സിലെ 2 സ്റ്റുഡൻസ് അവർ ദേ പാസ്ഡ് അവേ ആൻഡ് അവരുടെ ആ ഒരു റിമംബറൻസിൽ ഞങ്ങൾ ഒരു മൊമെൻറ്റോ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫങ്ഷനിൽ December 6th ഫ്രൈഡേ ആ ഫങ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ഫങ്ഷനിൽ ഞങ്ങളൊരു മൊമെൻറ്റോ കൊടുക്കുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് സ്റ്റുഡൻസുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ കിട്ടുക. അപ്പോൾ സ്റ്റുഡൻസുമായിട്ട് നമ്മുടെ ആ ഒരു ലൈഫ്, നമ്മുടെ ആ ഒരു കരിയർ, ഇതൊക്കെ സ്റ്റുഡൻസുമായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതാണ്. ആക്ച്വലി ഇത്രയും എൻജോയ് ചെയ്ത് ഒരു ഫങ്ഷൻ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. വെരി ഹാപ്പി വിത്ത് ഇൻട്രാക്ടിങ് the students of BA English at Dhanuvachapuram VTM NSS College, and I am happy to share my career, and I am very much happy to share my studies with them. And എന്തുകൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഈ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ കൊളീഗ്സിൻ്റെ വേർപാടുമായിട്ട് റിലേറ്റഡ് ആയിരുന്നു. പക്ഷേ ഞാൻ ആക്ച്വലി ആ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ സ്റ്റുഡൻസിനെ കോണ്ടാക്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ 2-3 ഫ്രണ്ട്സിനെയൊക്കെ കോണ്ടാക്ട് ചെയ്യുമെന്നല്ലാതെ ഞങ്ങളങ്ങനെ പരസ്പരം മീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് എത്രയോ വർഷം, ഒരു 13, 14, 15, 16 ഇയേഴ്സിന് ശേഷമാണ് ഇങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് അത്രത്തോളം ഒരു ഇത് തോന്നത്തില്ല. കാരണം വാട്സപ്പിലോ ഒക്കെ മെസ്സേജസും ഒക്കെ ഉണ്ടല്ലോ, ഗ്രൂപ്പും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അത്രത്തോളം ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യത്തില്ല ആർക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കോളേജിൽ ഫസ്റ്റ് ടൈമാണ് എനിക്ക് കിട്ടുന്നത്, സ്റ്റുഡൻസുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ സെക്ഷൻ. അപ്പോൾ ഭയങ്കരധികം ഹാപ്പിയായി. ഈ ഒരു ഫങ്ഷനിൽ വച്ചിട്ടാണ് ഞാൻ എൻ്റെ ആ ഒരു റോൾ മോഡൽ, എനിക്കൊരു ടീച്ചറുണ്ട്, ഞാൻ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന, ഞാൻ ഭയങ്കരമായിട്ട് ടീച്ചർ എനിക്കൊരു ഇൻസ്പിറേഷനാണ് എൻ്റെ ലൈഫിൽ. അപ്പോൾ ആ ടീച്ചറിൻ്റെ നെയിമും ഞാൻ സ്റ്റുഡൻസിനോട് റിവീൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും സ്റ്റുഡൻസ് മനസ്സിലാക്കാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഡിഗ്രി ടൈമിലൊക്കെ നമ്മൾ ആ ഒരു ഏജൊക്കെ ആയതുകൊണ്ടാവാം മാക്സിമം നമ്മൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, ഇല്ല എന്നല്ല. നമ്മളെന്ത് ചെയ്യും, നമുക്ക് യാതൊരു ബാധ്യതയും ഇല്ല, നമ്മൾ ചോദിക്കുന്ന ക്യാഷ് നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് നമ്മൾ സ്റ്റുഡൻസ്, എല്ലാവരും അല്ല, കുറച്ച് പേര്, അവർ പഠിത്തത്തിലൊക്കെ ഒന്ന് ഉഴപ്പി നടക്കുന്ന ക്യാരക്ടറാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ സ്റ്റുഡൻസ് ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഇങ്ങനെ ഉഴപ്പി നടന്നാലും നമ്മുടെ മനസ്സിലൊരു എയിം ഉണ്ടാവണം. നമ്മുടെ കരിയർ ഇങ്ങനെ ആയിരിക്കണമെന്ന്, അതെല്ലാം ദൈവത്തിൻ്റെ കൈകളിലാണ്. പക്ഷേ നമ്മളെക്കുറിച്ചൊരു ഐഡിയ നമ്മൾ ബിൽഡ് ചെയ്യണം. കാരണം നമുക്ക് ജോലി ഉണ്ടെങ്കിലേ, അല്ലെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങൾ സ്റ്റുഡൻസിനോടുള്ള ഒരു റിക്വസ്റ്റാണ് എനിക്ക്. അപ്പോൾ ആ സ്റ്റുഡൻസ്, നിങ്ങൾ ഈ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രീ ഡിഗ്രി അല്ല, ഇപ്പോൾ +1, +2 ഡിഗ്രി പഠിക്കുന്ന സ്റ്റുഡൻസിനോടുള്ള ഒരു റിക്വസ്റ്റ്. അപ്പോൾ എനിക്കറിയാം ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്, അവർ ഇംഗ്ലീഷ് കിട്ടാത്തവർ, അങ്ങനെ ഇങ്ങനെ. അത് ഒരുപക്ഷെ സാഹചര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു ക്യാരക്ടറായിരിക്കാം. നമ്മൾ ഉഴപ്പി നടന്നത് കൊണ്ടായിരിക്കാം നമുക്ക് ആ ഒരു ചാൻസ് കിട്ടാത്തത്. ഓക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. ഫുൾ ടൈം പഠിച്ചിരിക്കുക എന്നല്ല, നമ്മൾ മാക്സിമം എൻ്റർടൈൻ ചെയ്യണം. അതിനൊപ്പം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെല്ലാവരെയും വെയിറ്റ് ചെയ്തിരിക്കുന്നു കേട്ടോ. അതുമാത്രമല്ല, ഇന്ന് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പണ്ട് പബ്ലിക് ലൈബ്രറിയിൽ വന്ന്, അതും 20 കിലോമീറ്റേഴ്സ് ഒക്കെ വേണം പബ്ലിക് ലൈബ്രറിയിൽ വന്ന് ഞങ്ങൾ ബുക്സ് എടുത്ത്
പഠിച്ചിട്ടൊക്കെ പോകുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. നമുക്ക് ഗൂഗിളും അതുപോലെ ChatGPT ഒരുപാട് ആപ്പ് ഉണ്ട്. നമുക്ക് ഇഷ്ടം പോലെ മെറ്റീരിയൽസ്, ആവശ്യത്തിൽ കൂടുതൽ മെറ്റീരിയൽസ് നമ്മുടെ കൈകളിൽ തന്നെ എത്തുന്നുണ്ട്. സോ ഹാർഡ് വർക്ക് ചെയ്യുക, ലൈഫ് നേടിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു അഡ്വൈസ് സ്റ്റുഡൻസിനോടുള്ളത്. അപ്പോൾ നമ്മുടെ ഇപ്പം വേറെ ഒന്നുമില്ല, ക്ലാസ്സസിൻ്റെ കാര്യമൊക്കെ ഞാൻ നേരത്തെയുള്ള വീഡിയോസിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വളരെ നാളിന് ശേഷമാണ് BTMNSS കോളേജ് തനിമച്ചപുരമിൽ പോകുന്നതും അവിടെയുള്ള ക്യാൻറ്റീൻ, നമ്മുടെ പഠിച്ചിരുന്ന സമയത്ത് ക്യാൻറ്റീനിൽ സ്ഥിരം ഒന്നും അല്ലെങ്കിലും നമ്മൾ ക്യാൻറ്റീനൊക്കെ യൂസ് ചെയ്യുമായിരുന്നു. ചായയൊക്കെ കുടിക്കാനായിട്ട് പോകുമായിരുന്നു. അതൊരു കാലമായിരുന്നു. പിന്നെ ഇപ്പോഴും അതേ സെയിം ക്യാൻറ്റീൻ അതുപോലെ തന്നെ അവിടെ നിൽപ്പുണ്ട്. നമ്മൾ അവിടെ പോയിട്ടാണ് ചായയൊക്കെ കുടിച്ചിട്ട് നമ്മളെല്ലാവരും അവിടെ നിന്നാണ് പിരിഞ്ഞത്. അപ്പോൾ എനിക്ക് ആ കോളേജിലേക്ക് എത്തിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ KRC സാറിനെയാണ്. KRC സാറായിരുന്നു ആക്ച്വലി നമ്മുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ KRC സാറിനെ ഒരുപാട് അവിടെ എത്തിയപ്പോൾ മിസ് ചെയ്തു. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.